Hello guys, MinzLife in പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ഫോൺ പരിചയപ്പെടുത്തി തരാൻ പോവാണ്. ഇതുവരെ നമ്മുടെ ചാനൽ ഡിസ്കസ് ചെയ്ത എല്ലാ ഫോണുകളും ഓൺലൈൻ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഫോണുകളായിരുന്നു. നമ്മൾ ഇതുവരെ ഓഫ്ലൈൻ ഫോണുകളെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. സോ ഇന്ന് ഫസ്റ്റ് ടൈം ആയിട്ട് നമ്മൾ ഒരു ഓഫ്ലൈൻ ഫോണിനെ കുറിച്ച് പറയാണ്. വിവോന്റെ S1 Pro എന്ന പുതിയ മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. ആ മോഡലിനെ കുറിച്ചാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. 2020 ഇന്ത്യയിലെ ആദ്യത്തെ ഫോൺ ലോഞ്ച് ആണ് വിവോന്റെ S1 Pro എന്ന ഫോൺ വരുന്നത്. ഇതിന്റെ പ്രൈസ് ഏകദേശം 20000 രൂപയാണ് വരുന്നത്. ഇത് ഒറ്റ വേരിയന്റിലാണ് വരുന്നത്. 8GB 128GB വേരിയന്റിലാണ് വിവോ ഈ ഫോൺ ഇറക്കിയിട്ടുള്ളത്. ഓൺലൈൻ ഫോണുകളും ഓഫ്ലൈൻ ഫോണുകളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് എന്താണെന്നുള്ള സംശയം നിങ്ങൾക്ക് ഉണ്ടാവും. മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഓഫ്ലൈൻ ഫോണുകൾക്ക് കുറച്ച് വില കൂടുതലായിരിക്കും. അതായത് കമ്പയർ ടു സ്പെസിഫിക്കേഷൻ വെച്ച് നോക്കുന്ന സമയത്ത് അല്പം വില കൂടുതലായിരിക്കും ഓഫ്ലൈൻ ഫോണുകൾക്ക് ഓൺലൈൻ ഫോണുകളെക്കാൾ കൂടുതൽ. അതുപോലെ തന്നെ ഓൺലൈൻ ഫോണുകളിലാണെങ്കിൽ സ്പെസിഫിക്കേഷൻസ് മാക്സിമം അവർ ഹാർഡ്വെയർ കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. പക്ഷേ ഓഫ്ലൈൻ ഫോണുകൾക്ക് ഒരുപക്ഷെ വ്യത്യസ്തമായിട്ടുള്ളൊരു ട്രെൻഡാണ് പൊതുവെ ബ്രാൻഡുകൾ കൊടുക്കാറുള്ളത്. കാരണം അവർ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഡിസൈനിലാണ്. ഏറ്റവും കൂടുതൽ ഓഫ്ലൈനായിട്ട് ഫോൺ വാങ്ങുന്ന ആളുകൾ ഫോൺ നേരിൽ കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങണം എന്നുള്ള ആളുകളാണ്. അങ്ങനത്തെ ആളുകൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സംഭവം എന്ന് പറയുന്നത് ഡിസൈൻ ആയിരിക്കും. ആ ഡിസൈനിൽ അവർ ഒറ്റയടിക്ക് കസ്റ്റമേഴ്സിന് വീഴ്ത്തിയിടുക എന്നുള്ള കൺസെപ്റ്റിലാണ് പൊതുവെ ഓഫ്ലൈൻ ഫോണുകൾ നല്ല ഭംഗിയിലായിരിക്കും ഇറക്കുന്നുണ്ടാവുക. അതുപോലെ നല്ല ഡിസൈനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനിലാണ് വിവോ S1 Pro ഇറക്കിയിട്ടുള്ളത്. പ്ലാസ്റ്റിക് ബിൽഡാണ്, പക്ഷേ എങ്കിലും നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ ഗ്ലാസ് പോലെ തോന്നിപ്പിക്കുന്ന ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന് ക്യാമറ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ഡയമണ്ട് കട്ട് ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. അത് എനിക്ക് നല്ല ഇഷ്ടമായി, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അത് ടോട്ടലി കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത ഡിസൈനും അടിപൊളി നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫോണാണ് വിവോ S1 Pro. അതുപോലെ തന്നെ ഇതിന് കൊടുത്തുള്ള ഡിസ്പ്ലേ എന്ന് പറയുന്നത് സൂപ്പർ ആമോയുള്ള ഡിസ്പ്ലേ, നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ് വിവോ S1 Proക്ക് കൊടുത്തിട്ടുള്ളത്. ഇത് അവരെ സെൽഫി സെൻട്രിക് ആയിട്ടുള്ള ഒരു ഫോണാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മെയിൻ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ സെൽഫി ക്യാമറ തന്നെയാണ്. 32 മെഗാ ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയുള്ള സെൽഫിയാണ് എടുക്കാൻ പറ്റുന്നത്. മൊത്തം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. അടിപൊളി നല്ല ക്വാളിറ്റിയുള്ള സെൽഫി എടുക്കാൻ പറ്റും. ബ്യൂട്ടി മോഡ് ഓഫ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള സെൽഫി പിക്ചേഴ്സ് എടുക്കാൻ സാധിക്കും. കാരണം ആ ഡീറ്റെയിൽ ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും 32 മെഗാപിക്സൽ എന്ന് പറയുന്ന സമയത്ത്. ഇനി ഇതിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇതിൽ കൊടുത്തുള്ളത് സ്നാപ്ഡ്രാഗൺ 665 പ്രോസസ്സറാണ്. കുഴപ്പമില്ലാത്തൊരു മിഡ് റേഞ്ച് പ്രോസസ്സറാണ്. അത് വെരി ഹൈ എൻഡ് പെർഫോമൻസും കാര്യങ്ങളൊന്നുമല്ല, പക്ഷേ കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ആണ്. ഇതിന് ബാറ്ററി നോക്കുകയാണെങ്കിൽ 4500 mAh ബാറ്ററിയാണ്. 18 വോട്ട് ഫാസ്റ്റ് ചാർജിങ്ങും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തരക്കേടില്ലാത്ത ബാറ്ററി സ്പെസിഫിക്കേഷനും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ക്യാമറ നോക്കുകയാണെങ്കിൽ ബാക്ക് ക്യാമറ എന്ന് പറയുന്നത് നിങ്ങൾ വലിയൊരു മാരക സംഭവം ഒന്നും എക്സ്പെക്ട് ചെയ്യരുത്. ഒരു ആവറേജ് ക്യാമറ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. 48 മെഗാപിക്സൽ സാംസങ്ങിൻ്റെ മെയിൻ സെൻസറാണ് പ്രൈമറി ക്യാമറ വരുന്നത്. പിന്നെ എക്സ്ട്രാ 3 ക്യാമറാസ് കൂടെ ഉണ്ട് വ്യത്യസ്ത ഫങ്ഷൻസ് ഉള്ള. സോ ഒരു കുഴപ്പമില്ലാത്തൊരു ആവറേജ് ക്യാമറ ഫോൺ നിങ്ങൾക്ക് ലഭിക്കും. ടോട്ടലി നോക്കുകയാണെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു ആവറേജ് ഫോണായിരിക്കും വിവോ S1 Pro എന്നുള്ളത്. സെൽഫി സെൻട്രിക് ആണ്. സെൽഫി മാത്രം ഫോക്കസ് ചെയ്ത് വാങ്ങുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും നോക്കാവുന്ന ഒരു ഫോണാണ് വിവോ S1 Pro. ഇതിൻ്റെ മെയിൻ കോമ്പറ്റീഷൻ വരുന്നത് റിയൽമി X2, റെഡ്മി നോട്ട് 8 Pro ഒക്കെ തമ്മിലാണ്. പക്ഷേ അവരായിട്ടൊന്ന് കമ്പയർ ചെയ്താലൊന്നും നമുക്ക് ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസോ കാര്യങ്ങളൊന്നും എത്തില്ല. പക്ഷേ ഓഫ്ലൈനായിട്ട് നോക്കേണ്ട ആളുകൾക്ക് 20000 രൂപ കൊടുത്ത് വാങ്ങാവുന്ന നല്ല കുഴപ്പമില്ലാത്ത ഒരു ആവറേജ് ആയിട്ടുള്ള എല്ലാ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഫോണാണ്. ഒറ്റ വേരിയൻറ്റിലാണ് ഇത് വരുന്നത്, 8GB 128GB. സോ വിവോ S1 കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് ഏകദേശം പറയാനുള്ളത്. ഞാൻ ഇത്ര നേരം പറഞ്ഞത് ഒന്നുകൂടെ ചുരുക്കി പറയാം. ഇതിൻ്റെ ഡിസൈൻ നല്ല ക്വാളിറ്റി ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഡിസ്പ്ലേ നല്ല അടിപൊളി ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു കാര്യം വിട്ടുപോയി, Type-C പോർട്ട് ഇതിന് കൊടുത്തിട്ടുണ്ട്. വിവോ ഓഫ്ലൈൻ ഇറക്കുന്ന ഫോണിന് ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഈ ഒരു പ്രൈസ് ലെവലിൽ Type-C പോർട്ട് കൊടുക്കുന്നത്. Type-C പോർട്ട് കൊടുക്കുന്നുണ്ട്. 4500 mAh ബാറ്ററി വിത്ത് 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ്. പിന്നെ 4 ക്യാമറ കൊടുത്തിട്ടുണ്ട്. 14 മെഗാപിക്സൽ സാംസങ് സെൻസറാണ് ഉപയോഗിച്ചുള്ളത് പ്രൈമറി ക്യാമറയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ സെൽഫി ക്യാമറ കുറിച്ച് ഞാൻ ഓൾറെഡി ഒരുപാട് പറഞ്ഞു കഴിഞ്ഞു. സോ ഇത്രയാണ് ഇതിൻ്റെ പ്രധാന ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 20000 ആണ്. ഓഫ്ലൈനിൽ എല്ലാ ഷോപ്പിലും വിവോൻ്റെ ഷോറൂംസിലൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഈ വീഡിയോ കാണാൻ ഇടയായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ബട്ടണോട് കൂടെ തന്നെ ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. സോ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.